എന്തൊരു ഈച്ചാണിത്, ഒന്ന് പോയിച്ചാണെന്ന് വേറെതല്ല നാട്ടുകാർ പറയണ്. ഡോക്ടർ ഗഫൂർ ചുമ്മാ ഈച്ചനെ ആട്ടിയിരിക്കുകയാണെന്ന്. ഈച്ചയും പൂച്ചയും അല്ലാണ്ട് മനുഷ്യന്മാരും ഒറ്റ ഒന്നും ഇതിന്റെ അകത്ത് വരുന്നില്ലല്ലോ. ഒരു മൃഗ ഡോക്ടർ ആയാ മതിയേനി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യല്ല. എന്താ സൂറാവി? അരിയും മീനും പച്ചക്കറിയും വാങ്ങിക്കൊണ്ടാ. നേരെ 10 മണിയായി. എടി ഞമ്മളൊരു ഡോക്ടറല്ലേ, രോഗികൾ വന്നാ വിഷമിക്കും. അത് ഞമ്മക്ക് നല്ലോണം അറിയാ. നിങ്ങളടുത്ത് വരുന്ന രോഗികളൊക്കെ വല്ലാണ്ട് വിഷമിക്കണുണ്ട്. സൂറാവി, എന്നോട് ഞമ്മള് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞമ്മളെ മക്കാറാക്കരുത്. നാട്ടുകാർക്ക് സൂക്കേട് വരാത്തതിന് ഞമ്മളെന്ത് ചെയ്യാനാണ്? നിങ്ങളൊരു മൊയന്താണിന്ന്. ഇങ്ങോട്ട് വരുന്ന രോഗികളോട് നാട്ടിലില്ലാത്ത ഫീസ് വാങ്ങി കണ്ടമാനം മരുന്ന് എഴുതി കൊടുത്ത് പറഞ്ഞേച്ചാ പിന്നെ ആരാ അങ്ങോട്ട് വരിക? എടി, ആകപ്പാടെ വരുന്ന 1-2 ആൾക്കാരെ കയ്യിൽ നിന്ന് പിഴിഞ്ഞിട്ടില്ലെങ്കില് ഞമ്മളെങ്ങനെ കഞ്ഞി കുടിച്ചു പോവും? അങ്ങനെയാണെങ്കിൽ ഇനി കഞ്ഞി ഉണ്ടാവൂല. എന്റെ നാവൊന്ന് അടുക്ക് സൂറാവി. എന്തൊരു നാവാണിത്, ഒരു നേരത്തെ മനസ്സിന് സ്വസ്ഥ തരൂല. സൂറാവി, പേഷ്യന്റ് വരുന്നുണ്ട്, ഒന്നും മിണ്ടാണ്ടിരി. ഇരിക്കൂ. ആർക്കാണ് അസുഖം? എന്റെ ഭാര്യയാണ്. ഇവക്കൊരാഴ്ചയായിട്ട് വായ് പുണ്ണാണ്. ഉപ്പുവെള്ളം കവിളിയാ പോവെന്ന് കരുതി. പക്ഷെ 2 ദിവസമായിട്ട് തീരെ സംസാരിക്കാൻ വയ്യ. എന്റെ പൊന്നു ചങ്ങായി, വിവരമുള്ള ഏതെങ്കിലും ഭർത്താക്കന്മാര് ഈ സൂക്കറിന് ചികിത്സിക്കോ? വല്ലപ്പോഴും കൈവരുന്ന ഈ അസുലഭ സന്ദർഭം ഇല്ലാണ്ടാക്കണോ? ഈ ഒന്ന് ആലോചിക്ക്. ഞമ്മളെ കെട്ടികൾക്ക് എന്നാണ് പഠിച്ചവനെ ഒരു വായ്പുണ്ണ് വരുന്നത്?